ദ റൈസ് എന്ന ചിത്രത്തിൽ പുഷ്പയ്ക്ക്, അതായത് പുഷ്പരാജിന് ഒരു ശക്തമായ എതിരാളി എന്ന രീതിയിലാണ് ബൻവർ സിംഗ് ഷെഖാവത്ത് എന്ന ഫഹദ് ഫാസിൽ ചെയ്ത കഥാപാത്രത്തെ സംവിധായകൻ ക്ലൈമാക്സിൽ കൊണ്ടുവന്നത്. അല്ലു അർജുന് തെലുങ്ക് സംസാരിക്കുന്നവരുടെ ഇടയിൽ ഉള്ള സ്ഥാനം പോലെ തന്നെയാണ് മലയാളികളുടെ ഇടയിൽ ഫഹദ് ഫാസിലിനുള്ള സ്ഥാനം എന്ന് മനസ്സിലാക്കിയ സിനിമയുടെ സംവിധായകൻ സുകുമാർ ഒരു കച്ചവട കണ്ണോടുകൂടി തന്നെയാണ് ഫഹദിനെ ഷെഖാവത്ത് എന്ന ക്യാരക്ടർ ഏൽപ്പിക്കുന്നത്. എന്തായാലും പുഷ്പയ്ക്ക് ഒരു കനത്ത എതിരാളിയാണല്ലോ ഷെഖാവത്ത്. അതുകൊണ്ട് തന്നെ എൻഡിങ്ങിൽ ഷെഖാവത്തിന് വേണ്ട രീതിയിലുള്ള ഒരു സ്ഥാനം കൊടുത്തു തന്നെയാണ് സുകുമാർ പുഷ്പ ദ റൈസ് എന്ന ചിത്രം അവസാനിപ്പിച്ചത്. ഇത് കണ്ട് ത്രില്ലടിച്ചിറങ്ങിയ മലയാളികൾ എല്ലാവരും ഒന്നടങ്കം തന്നെ മനസ്സിൽ കരുതിയിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെ വിചാരിച്ചു പുഷ്പ 2-ൽ എന്തായാലും ഫഹദ് പൊളിക്കും എന്നുള്ള കാര്യം. പുഷ്പ 2-ൽ എത്തിയപ്പോഴേക്കും, പുഷ്പ 2 ദ റൂൾ എന്ന ചിത്രത്തിലേക്ക് എത്തിയപ്പോഴേക്കും പുഷ്പ ഒരു സാമ്രാജ്യത്തിന് തന്നെ ഉടമയായി കഴിഞ്ഞു. അപ്പോൾ പുഷ്പയോട് കോർക്കുന്നത് ഷെഖാവത്തല്ല, ആരാണെങ്കിലും പുഷ്പയോളം വളരണ്ട എന്ന് സംവിധായകൻ സുകുമാർ അങ്ങ് തീരുമാനിച്ചു. പുഷ്പരാജിനോടുള്ള തുടർച്ചയായ പരാജയങ്ങളും മാനസിക സമ്മർദ്ദവും ഷെഖാവത്ത് എന്ന ഫഹദ് ഫാസിൽ ചെയ്ത കഥാപാത്രത്തെ ജീവിതം അവസാനിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. എന്തായാലും നായകനോളം വില്ലൻ, അതായത് ഷെഖാവത്ത് വളരണ്ട എന്ന് കരുതിയ സുകുമാറിൻ്റെ ദൃഢനിശ്ചയമാണ് ഈ ഒരു നീക്കത്തിന് പിന്നിൽ. അപ്പോൾ ഫഹദ് ഫാസിൽ നിന്നും നല്ലൊരു വില്ലൻ കഥാപാത്രം പ്രതീക്ഷിച്ച് പോയ മലയാളികളായ നമ്മൾക്ക് നിരാശ ഉണ്ടാക്കാനുള്ള വഴിയിലേക്ക് എത്തിച്ചതും സംവിധായകനായ സുകുമാർ തന്നെയാണ്. എന്തായാലും അല്ലു അർജുൻ ചെയ്ത പുഷ്പരാജ് എന്ന ക്യാരക്ടറിനോളം ഷെഖാവത്ത്, അതായത് ബൻവർ സിംഗ് ഷെഖാവത്ത് എന്ന ക്യാരക്ടർ വളരണ്ട എന്നുള്ള സുകുമാറിൻ്റെ ഈ സുകുമാർ റൈറ്റിങ്സ് തന്നെയാണ് നമ്മളെ മലയാളികളെ ഈ സിനിമയിൽ നിരാശയ്ക്ക് ഉള്ള ഒരു വഴി ഒരുക്കിയത്. സുകുമാർ എന്ന ഈ പുഷ്പയുടെ സംവിധായകൻ ചിന്തിച്ചത് മറ്റൊന്നുമല്ല, തെലുങ്ക് നാട്ടിൽ അല്ലു അർജുനുള്ള സ്വാധീനം, മലയാള നാട്ടിൽ ഫഹദ് ഫാസിലിനുള്ള സ്വാധീനം, ഇത് രണ്ടും ഒരു തെലുങ്ക് നാട്ടിലും മലയാള നാട്ടിലും ഈ രണ്ട് നടന്മാർക്കുള്ള സ്വാധീനം സിനിമയെ വേണ്ട രീതിയിൽ മുന്നോട്ട് നയിക്കുമെന്നും അതിലൂടെ സിനിമ ഒരു വൻ വിജയം നേടുമെന്നൊക്കെ ഉള്ള ഒരു കണക്കൂട്ടലാണ് സുകുമാർ എന്ന സംവിധായകന് ഇങ്ങനെ ഒരു ഫഹദ് ഫാസിലിൻ്റെ ക്യാരക്ടറിനെ വേണ്ട രീതിയിൽ പരിഗണിക്കാതെ ഒരു പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു ക്യാരക്ടറിലേക്ക് ഒടുവിൽ എത്തിച്ചേരാനുള്ള ഒരു മാനസികമായിട്ടുള്ള ആ ഒരു ചിന്ത തന്നെയായിരിക്കണം ഒരുപക്ഷെ സുകുമാറിനെ കൊണ്ട് അത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യിപ്പിച്ചത്.